ഈ ആശുപത്രിയിൽ വന്ന് രോഗികളുടെ കൂടെ കിടക്കാൻ ഇഷ്ടപ്പെടും. ഇതാണ് എന്റെ തെറ്റിദ്ധാരണ ഞാൻ പറയുന്നത്. ശരിയാണ്. തെളിവ് സഹിതം ഈ തെറ്റിദ്ധാരണ മാറ്റാമോ എന്ന് ഞാനൊന്ന് ശ്രമിക്കട്ടെ. മദയാനകൾ തിങ്ങും ഘോരവനം മലയജ ശീതളമന്ദ സമീരന് മലരുകൾ തുള്ളും മായാവനം മാനവ മനമൊരു മഹാവനം മദയാനകൾ തിങ്ങും ഘോരവനം. മറ്റൊന്നും വിചാരിക്കരുത്. ഞങ്ങളിവിടെ വന്നപ്പോ മുതൽ ഡോക്ടർ ഞങ്ങളെ സംശയിക്കുന്നു. എന്താ കാര്യം? സംശയമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പറയാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. നാട്ടിൽ നിങ്ങൾക്ക് എന്താണ് ജോലി? വിശേഷിച്ചൊന്നുമില്ല. MA പാസ്സായതിനു ശേഷം വീട്ടിലെങ്ങനെ കഴിയുന്നു. ഡോക്ടർ സുധാകരന് നിങ്ങളും തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? ഇല്ല, ഇവിടെ വന്നതിന് ശേഷമാണ് പരിചയപ്പെടുന്നത്. ഡോക്ടർ സുധാകരൻ അത്ര വലിയ പ്രസിദ്ധനൊന്നല്ലല്ലോ. പിന്നെ നിങ്ങൾ കൊച്ചിയിൽ നിന്നും ചികിത്സക്കായി ഇവിടം വരെ വരാൻ കാരണം എന്താണ്? ഇങ്ങനെ ചോദിച്ചാൽ വിഷമിച്ചു പോവുകയുള്ളൂ. നിങ്ങൾ ഡോക്ടർമാർ തമ്മിൽ വല്ല മത്സരം ഉണ്ടെങ്കിൽ രോഗികൾ നിസ്സഹായരാണ്. മത്സരമോ? ഇത് ഞങ്ങളുടെ കർത്തവ്യമാണ്. ഡോക്ടർ സുധാകരനെ ഞങ്ങളാണ് ഇവിടെ നിയമിച്ചിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ തമ്മിൽ മത്സരത്തിന്റെ ആവശ്യമുണ്ടോ? എങ്കിൽ പിന്നെ ഇവിടുത്തെ കുഴപ്പം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അത് തന്നെയാണ് എനിക്ക് മനസ്സിലാവാത്തത്. തെളിവ്
സഹിതം ഈ തെറ്റിദ്ധാരണ മാറ്റാമോ എന്ന് ഞാനൊന്ന് ശ്രമിച്ചത്. എന്റെ കാർ വന്നിട്ടില്ല. ഒന്ന് വീട് വരെ പോകേണ്ടിയിരുന്നു. അതിനെന്താ കാരണം? ഞാൻ കൊണ്ട് വിടാമല്ലോ. താങ്ക് യു. നാട്ടിൽ നിങ്ങൾക്ക് എന്ത് ബിസിനസ്സാണെന്നാ പറഞ്ഞത്? എനിക്ക് ബിസിനസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഓ, വിദ്യാഭ്യാസം കഴിഞ്ഞ് വെറുതെ നിൽക്കാണെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ എന്താ ജോലിക്കൊന്നും പോകാത്തത്? ഞാൻ ഒറ്റ മകനാണ്. എനിക്ക് സുഖമായി ജീവിക്കാനുള്ള സ്വത്ത് എന്റെ അച്ഛൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനെന്തിന് ജോലിക്ക് പോകണം? സ്റ്റോപ്പ് പ്ലീസ്. അല്ല, ഇതെന്താ ഇവിടെ ഇറങ്ങിയത്? വീട്ടിലേക്ക് പോകണമെന്നല്ലേ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കാര്യം എന്താണെന്ന് പറയൂ.